ഈ പകലിൽ നമ്മൾ വായിച്ച ദൈവവചന ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്നാണ്. ഈ അധ്യായത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇത് അത്ഭുതങ്ങളുടെ ഒരു അധ്യായമെന്ന് നമുക്കിതിനെ വിളിക്കുവാൻ കഴിയും. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ അധ്യായത്തിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാനാ വ്യാധിപ്പെട്ടവർ, വിവിധ പ്രതികൂലങ്ങളിലായിരുന്നവർ, വിവിധ പ്രതിസന്ധികളായിരുന്നവരെ കർത്താവ് വിടുവിച്ച, യേശു കർത്താവ് സൗഖ്യമാക്കിയ, യേശു കർത്താവ് ഉദ്ധരിച്ച ഒട്ടനവധി അനുഭവങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. ഈ അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പകൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ആ അത്ഭുതം ചെയ്യുന്ന കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. ഇന്ന് പകലിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ആ യേശു കർത്താവിന് കഴിയും. ആ കർത്താവിനെ ഇന്ന് പകൽ നിങ്ങൾ ഉയർത്തുമെങ്കിൽ, ആ കർത്താവിൽ ആശ്രയിക്കുമെങ്കിൽ, നിശ്ചയമായും ആ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം നൽകുന്ന കർത്താവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തെ അത്ഭുതങ്ങളുടെ അധ്യായം എന്ന് നമുക്ക് വിളിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ അത് ഉപദേശങ്ങളുടെ അധ്യായങ്ങളായിരുന്നു. യേശുവിന്റെ ഗിരിപ്രഭാഷണമാണ് ആ വചനഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ ധാർമ്മിക ജീവിത വിജയത്തിന് ആവശ്യമായ അമൂല്യമായ വചന സൂക്തങ്ങളെ കർത്താവ് പകർന്നു നൽകിയ 3 അധ്യായങ്ങൾക്ക് ശേഷം ഒരു അത്ഭുതത്തിന്റെ അധ്യായം മത്തായി സുവിശേഷകൻ എഴുതി ചേർത്തിരിക്കുകയാണ്. ഇന്ന് പകൽ അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ആമേൻ, ക്രിസ്തീയ സന്ദേശം ഉപദേശങ്ങളുടെയും ധാർമ്മിക മൂലങ്ങളുടെയും സന്ദേശം മാത്രമല്ല, ഇത് അത്ഭുതങ്ങളുടെയും സൗഖ്യങ്ങളുടെയും വിടുതലുകളുടെയും സന്ദേശം കൂടെയാണ്. ഈ പകൽ ആ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ അത്ഭുതം കർത്താവ് ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ അധ്യായത്തിൽ നിരവധിയായ അത്ഭുതങ്ങൾ ഉണ്ടെങ്കിലും അതിനകത്ത് എണ്ണിപ്പറഞ്ഞിരിക്കുന്ന 5 പ്രധാന സംഭവങ്ങളെ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ച് അവിടെ കർത്താവിനെ കുറിച്ചുള്ള ഒരു ചിത്രം നിങ്ങളുടെ ഉള്ളിൽ തരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ അധ്യായത്തിൽ എണ്ണിപ്പറഞ്ഞിരിക്കുന്ന 5 പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ. ഒന്നാമത്തെ ഭാഗം നമുക്ക് വായിക്കുന്ന 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ നാം കാണുന്നത് ഒരു കുഷ്ഠരോഗിയുടെ സൗഖ്യമാണ്. ആമേൻ. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പകർച്ചവ്യാധിയായിരുന്നു കുഷ്ഠരോഗം എന്ന് പറയുന്നത്. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു പകർച്ചവ്യാധി. അത് വരുന്നവരെ ഇന്നത്തെ പോലെ ക്വാറന്റൈനിൽ ഇരുത്തുക സാധ്യമല്ലാതിരുന്നത് കൊണ്ട് അന്ന് ചെയ്തിരുന്നത് അവരെ സമൂഹത്തിൽ തന്നെ പുറത്താക്കുന്ന, അവരുമായി ആരും ബന്ധപ്പെടാത്ത, അവരെ പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും പുറത്താക്കുന്ന ഒരു പതിവായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അത് കുഷ്ഠരോഗം എന്ന ഒരു പകർച്ചവ്യാധി ബാധിച്ച ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനോട് ഇങ്ങനെ പറയുകയാ, ഗുരുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക. യേശു കർത്താവ് അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, അതെ, എനിക്ക് മനസ്സുണ്ട്. ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഏത് രോഗമാണെങ്കിലും ഏത് പ്രതികൂലമാണെങ്കിലും നമ്മെ സൗഖ്യമാക്കുവാൻ മനസ്സുള്ള ഒരു കർത്താവുണ്ട്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ആരും അടുത്തു വരാത്ത, ആരും ഉൾക്കൊള്ളാത്ത, സമൂഹം മാറ്റി നിർത്തിയ, സമൂഹം അവനെ പുറത്താക്കിയ ഒരു കുഷ്ഠരോഗി കർത്താവിനോട് പറയുന്നു, ഗുരുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശുവിന്റെ മറുപടി, യെസ്, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാക്കുക. ഇന്ന് പകലും ആ സന്ദേശം നിങ്ങളുടെ ഭവനങ്ങളിൽ മുഴങ്ങുകയാ. നിങ്ങൾ ഏത് കഠിനമായ രോഗത്തിനാൽ അടിമപ്പെട്ടവരാണെങ്കിലും, എത്ര ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാണെങ്കിലും, ഇന്നേക്ക് 2000 കൊല്ലം മുമ്പ് യേശു പറഞ്ഞ ആ ദൂത് ഈ പകൽ നിങ്ങളുടെയും ഭവനങ്ങളിൽ മുഴങ്ങുകയാണ്. എനിക്ക് മനസ്സുണ്ട്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക. അതെ, ഈ സന്ദേശം കേൾക്കുന്ന രോഗികളായ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ആമേൻ, ഞങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന ഈ കർത്താവിന് ഇന്ന് പകൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ മനസ്സുള്ളവനാണ്. അതെ,
ഒന്നാമത്തെ സംഭവം ഒരു കുഷ്ഠരോഗിയുടെ സൗഖ്യമാണെങ്കിൽ ആ സംഭവത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ആമേൻ, നമ്മെ സൗഖ്യമാക്കുവാൻ മനസ്സുള്ളവനാണ് ഈ കർത്താവ്. ഈ അധ്യായത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം അതിന്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന, ആമേൻ, ഒരു പക്ഷപാതക്കാരന്റെ സൗഖ്യമാണ്. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആ വ്യക്തിയുടെ യജമാനനായിരിക്കുന്ന ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് ഇങ്ങനെ പറയുകയാണ്, എനിക്കൊരു ബാല്യക്കാരനുണ്ട്, അവൻ പക്ഷപാതം പിടിച്ച് വേദനയോടെ ഭവനത്തിലായിരിക്കുക. നോക്കൂ, ഇവിടെ അവൻ യേശുവിനോട് ആ ശതാധിപൻ പറയുന്നു, എനിക്കൊരു ബാല്യക്കാരനുണ്ട്, അവൻ പക്ഷപാതം പിടിച്ച് വേദനയോടെ അവൻ ഭവനത്തിലായിരിക്കുകയാണ്. യേശു ആ വ്യക്തിയെ സൗഖ്യമാക്കുവാൻ തയ്യാറാകുമ്പോൾ ശതാധിപൻ വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്. അതെ, ഞാനും അധികാരത്തിന് കീഴുള്ളവനാ, ഞാൻ വിശ്വസിക്കുന്നു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇന്ന് പകൽ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രത്യേകത, അവന്റെ വാക്കിന് അധികാരമുണ്ട്. ഞാൻ അവിടുന്ന് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഇവിടെ പക്ഷപാതക്കാരന് പറയുമ്പോൾ അവൻ പാരലൈസ്ഡ് ആയ, തളർന്നുപോയൊരു വ്യക്തിയാണ്. ആ വ്യക്തി വേദനയോടെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അവന്റെ ശരീരത്തിൽ മാത്രമല്ല, ആ വേദന അവന്റെ മനസ്സിലാണ്. ആർക്കവനെ സൗഖ്യമാക്കാൻ കഴിയും? ആർക്കവനെ വിടുവിക്കാൻ കഴിയും? വളരെ വേദനയോടെ ആയിരിക്കുമ്പോൾ അവന് വേണ്ടി അവന്റെ യജമാനൻ വിശ്വസിക്കുക, യേശുവേ, നിന്റെ വാക്കിന് അധികാരമുണ്ട്. ഇന്ന് പകൽ ഞങ്ങളുടെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കാം. ഒരുപക്ഷെ അവർ ഈ സന്ദേശം കേൾക്കുന്നില്ലായിരിക്കാം. അവരുടെ വേദന കണ്ട് മനസ്സറിഞ്ഞ് നിങ്ങൾ ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ആമേൻ, യേശുവിന്റെ വാക്കിന് അധികാരമുണ്ട്. ഈ പകൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ, ഇന്ന് പകൽ ഏത് വേദനപ്പെട്ട, ഏത് ഒറ്റപ്പെട്ട അനുഭവത്തിലാണെങ്കിലും, ആമേൻ, അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ ആ വാക്കിനകത്ത് അധികാരമുണ്ട്. എത്ര വേദന നിറഞ്ഞതാണെങ്കിലും, എത്ര പ്രതികൂലം നിറഞ്ഞതാണെങ്കിലും അതിനെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയുമെന്ന് ഈ പകൽ ഞങ്ങൾ ഓർപ്പിക്കട്ടെ. മൂന്നാമത് ഈ അധ്യായത്തിൽ കാണുന്ന സംഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമതായി ഈ ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത് അതിന്റെ 16-ാമത്തെ വാക്യമാണ്. 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഇത് പകൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്തുകൊണ്ട് യേശു ഈ കാലഘട്ടത്തിന്റെ സന്ദേശമാണ്. പ്രതികൂലം നിറഞ്ഞ, പ്രത്യാശ നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിന്റെ സന്ദേശമായി ക്രിസ്തു എന്തുകൊണ്ട് മാറുന്നു? ഞാൻ മുമ്പേ ഓർപ്പിച്ച വാചകം ഒരിക്കൽ കൂടെ പറയട്ടെ. പ്രത്യാശ നഷ്ടപ്പെട്ട, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഈ ലോകത്തിന്റെ ഏക പ്രത്യാശ അത് നസ്രയനായ യേശു അത്രേ. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ പ്രസംഗിക്കാൻ കഴിയുന്നത്? ഒന്നാമത് ഞാൻ പറഞ്ഞു, അവന് നമ്മെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞു, അവന്റെ വാക്കുകൾക്ക് അധികാരമുണ്ട്. മൂന്നാമതായി നാം വായിക്കുന്നത് അതിന്റെ 16-ാമത്തെ വാക്യമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്, അവൻ നമ്മുടെ ബലഹീനതകളെ ചുമന്നു, ആമേൻ, വേദനകളെ വഹിച്ചു. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, നമ്മുടെ വേദനകളെ ചുമന്നു. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യാശയായി മാറുന്നത്? മൂന്നാമത്തെ കാര്യം ഈ അധ്യായം ഇന്ന് 2000 കൊല്ലം മുമ്പ് കാൽവരിയുടെ വിരിമാറിൽ മാനവജാതിയുടെ പാപത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ട് യേശു കർത്താവ് മരിച്ചപ്പോൾ സുവിശേഷം പറയുന്നു, അവൻ നമ്മുടെ രോഗങ്ങളെ കൂടെ വഹിച്ചു, അവൻ നമ്മുടെ വേദനകളെ കൂടെ ചുമന്നു. അതെ, അവൻ ദൈവത്തിൽ അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ മനുഷ്യരൂപം എടുത്ത യേശു കർത്താവ് കാൽവറിയിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട്, അവരുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയുടെ വിരിമാറിൽ മരിക്കുമ്പോൾ, ആമേ, തിരുവചനം പറയുന്നു, നമ്മുടെ രോഗങ്ങളെയും നമ്മുടെ വേദനകളെയും അവൻ വഹിച്ചു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പറയട്ടെ, ആമേ, യേശു കർത്താവിന്റെ മരണം മുഖാന്തരം
നമ്മുടെ പാപത്തിന് മാത്രമല്ല, നമ്മുടെ രോഗങ്ങൾക്കും നമ്മുടെ വേദനകൾക്കും സൗഖ്യമുണ്ട്. അതെ, അവൻ നമ്മുടെ വേദനകളെയും അവൻ നമ്മുടെ രോഗങ്ങളെയും വഹിച്ചവനാണ്. നാം ആദ്യ സന്ദേശത്തിൽ നാം കേട്ടല്ലോ, മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന പ്രശ്നം പാപമാണ്. ആ പാപത്തിന്റെ പരിഹാരം യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിലുണ്ട്. നിശ്ചയമായും അവനാണ് പാപത്തിന്റെ പരിഹാരകൻ. എന്നാൽ നാം വായിച്ച ഈ വാക്യം പറയുന്നു, അവൻ പാപത്തെ മാത്രമല്ല വഹിച്ചത്, നമ്മുടെ സകല വേദനകളെയും നമ്മുടെ സകല രോഗങ്ങളെയും അവൻ വഹിച്ചു. ഇത് പകൽ എന്റെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ വേദനയും, നിങ്ങൾ ഇന്ന് പകൽ അനുഭവിക്കുന്ന സകല വേദനകളും, നിങ്ങൾ ഇന്ന് പകൽ അനുഭവിക്കുന്ന സകല ബലഹീനതകളും സകല രോഗങ്ങളെയും കൂടെ വഹിച്ചുകൊണ്ടാണ് യേശു കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചത്. അവൻ കാൽവറി മരിച്ച് ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മുടെ രോഗങ്ങൾക്ക് പരിഹാരമുണ്ട്, നമ്മുടെ വേദനകൾക്ക് പരിഹാരമുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് അക്കരമുയർത്തി കർത്താവിനോട് ഒന്ന് പറയാമോ? കർത്താവേ, എന്റെ വേദനയും കൂടെ ചുമന്നാണ്, എന്റെ രോഗം കൂടെ ചുമന്നാണ് നീ കാൽവറിയിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ വിളിച്ചു പറയുന്നു, ഈ നിമിഷം തന്നെ ആ കാൽവറിയുടെ സൗഖ്യത്തിന്റെ കരം നിങ്ങളുടെ മേൽ വീഴുകയാണ്. മുൻ ഗവർണറായിരുന്ന വേദശാസ്ത്രജ്ഞനായിരുന്ന എം തോമസ് ഇങ്ങനെ പറഞ്ഞു, സകല വേദനകളുടെ മനുഷ്യനെ വ്യക്തിപരമായും സാമൂഹ്യപരമായും ആത്മീയപരമായും അവനെ അലട്ടുന്ന സകല ദുഷ്ടശക്തികളുടെ മേലും സകല മാരക മരണശക്തികളുടെ മേലും അത്യന്ത വിജയം ദൈവത്തിനാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചും ഉറപ്പിച്ചും കൊണ്ടാണ് ദൈവപുത്രൻ യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. അങ്ങനെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യാശയായി, ഈ കാലഘട്ടത്തിന്റെ സന്ദേശമായി യേശു മാറുന്നത്? ഒന്ന്, ഞാൻ പറഞ്ഞു, നമ്മെ സൗഖ്യമാക്കുവാൻ അവന് മനസ്സാണ്. രണ്ട്, അവന്റെ വാക്കിന് ഒരു അധികാരമുണ്ട്. മൂന്നാമത് ഈ അധ്യായം പറയുന്നു, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു, അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. അത് ഇന്ന് പകൽ ആ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ആഴത്തിലൊന്ന് വിശ്വസിച്ചാൽ നിശ്ചയമായും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ വേദനകളെ യേശു കർത്താവ് മാറ്റുകയാ. നിങ്ങളുടെ ആ രോഗങ്ങളെ യേശു കർത്താവ് എടുത്തു മാറ്റുകയാണ്. അവന്റെ കാൽവരി മരണം നമുക്കൊരു സൗഖ്യമുണ്ടെന്ന്, അവന്റെ കാൽവരി മരണം നമുക്കൊരു വിടുതലുള്ളതിന്റെ ഉറപ്പാണ്. അത് വിശ്വസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാലാമത്തെ കാര്യം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അതിന്റെ 4-ാം അധ്യായത്തിന്റെ വായിച്ച 8-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ പറയപ്പെട്ട സംഭവം, യേശുക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാര് അപ്പോസ്തലന്മാർ അവരൊരു പടക് യാത്ര ചെയ്യുകയാണ്. യേശു അവരോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ നാം വായിക്കുന്നു, പെട്ടെന്ന് അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കടല് പ്രക്ഷുബ്ധമായി, കാറ്റും ചുഴലിക്കാറ്റും ഒരുമിച്ച് അവർക്ക് നേരെ കടന്നു വരികയാ. തിരമാലകളാൽ അവരുടെ പടക് മുങ്ങിപ്പോകുന്ന ഒരു പ്രതിസന്ധിക്കകത്ത് അവർ വന്നു. ഇതേ കാര്യം മർക്കോസ് വിശേഷകൻ പറയുമ്പോൾ 4-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ ശിഷ്യന്മാർ നിലവിളിച്ചൊരു നിലവിളിയുണ്ട്, ഗുരുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഒരുപക്ഷെ ഞാൻ ഇന്ന് പകൽ ഈ പ്രസംഗം ഇവിടെ പറയുമ്പോൾ എന്റെ സന്ദേശം കേൾക്കുന്ന ചിലരെങ്കിലും ഇങ്ങനൊരു പ്രാർത്ഥന ഹൃദയത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ലേ? ഞങ്ങൾ ഈ കഷ്ടതയ്ക്കകത്തായിരിക്കുമ്പോൾ, ഞങ്ങൾ ഈ പ്രതികൂലത്തിനകത്തായിരിക്കുമ്പോൾ, ഞങ്ങൾ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വിചാരമില്ലാത്തവനാണോ, ഞങ്ങളെക്കുറിച്ച് കരുതലില്ലാത്തവനാണോ ഞങ്ങളുടെ കർത്താവ്? ആമേൻ. ഞങ്ങളെക്കുറിച്ച് മനസ്സറിവില്ലാത്തവനാണോ ദൈവം? അല്ല. അതിന് മറുപടിയായി നമുക്കറിയാം, യേശു അതിന് മറുപടി പറഞ്ഞത് വാക്കുകൊണ്ടല്ല. നാം വായിക്കുന്നു, അവൻ എഴുന്നേറ്റ് കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാക എന്ന് പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ ആ പടകിന് നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന കൊടുങ്കാറ്റുകൾ ശാന്തമായി, തിരമാലകൾ ശാന്തമായി. ഇന്ന് പകൽ ഞാൻ അതിനകത്തൂടെ പറയട്ടെ, എന്തുകൊണ്ടാ യേശു ക്രിസ്തു നമ്മുടെ പ്രത്യാശയായിരിക്കുന്നത്?
എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മോടുള്ള സന്ദേശമായി യേശു കർത്താവ് മാറുന്നത്? നാലാമത്തെ കാര്യം, നമ്മുടെ തകർച്ചയെക്കുറിച്ച് വിചാരമുള്ളവനാ. നാം തകർന്നു പോകുന്നതിനെ കുറിച്ച് മനസ്സലിവുള്ളവനാ, ഭാരമുള്ളവനാ. ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകളുടെ നേരെ, നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രതികൂലത്തെ കുറിച്ച് വിചാരമുള്ളവനാണ് കർത്താവ്. നാം തകർന്നു പോകാൻ ആഗ്രഹിക്കാത്തവനാണ്. ഇന്ന് എന്റെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവൾ ഓർപ്പിക്കട്ടെ, നിങ്ങൾ തകർന്നു പോകണമെന്ന് ഉലകത്തിൽ ആരൊക്കെ ചിന്തിച്ചാലും, നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾ വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളെക്കുറിച്ച് കരുതലുള്ള, നിങ്ങളെക്കുറിച്ച് മനസ്സലിവുള്ള, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവ് ഉണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. ഈ ശിഷ്യന്മാരെ പോലെ നാമും പലപ്പോഴും ആമേൻ ഒരുപക്ഷെ ആത്മകരമായി പോലും പറഞ്ഞിട്ടുണ്ട്, നമ്മെ സഹായിക്കാൻ ആരുമില്ലേ, നമ്മളിങ്ങനെ തകർന്നു പോകുന്നതിനകത്ത് ദൈവത്തിന് കൺസേൺ ഇല്ലേ? ഇന്ന് പകൽ ഉറപ്പോടെ പറയുന്നു, ഈ യേശു കർത്താവ് നിങ്ങളെക്കുറിച്ച് ഒരു കൺസേൺ ഉള്ളവനാണ്. അഞ്ചാമത്തെയും അവസാനത്തെ കാര്യം, ആ 8-ാം അധ്യായത്തിന്റെ അവസാന വേദഭാഗങ്ങളിൽ 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യേശു കർത്താവ് ഗദര ദേശത്ത് ചെല്ലുകയാണ്. അവിടെ കർത്താവിനെ മറ്റു സുവിശേഷങ്ങളുടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാ മനസ്സിലാകുന്നത്, ആമേൻ, യേശു കർത്താവിനെ എതിരേറ്റുകൊണ്ട് ഒരു വ്യക്തി വരികയാണ്. ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത്, ആമേൻ, ധാരാളം ഭൂതങ്ങൾ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. സ്വന്തം ഭവനത്തിൽ പാർക്കാതെ കല്ലറകളിൽ പോയി പാർക്കുന്നവനായിരുന്നു. തന്നെത്താൻ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നവനായിരുന്നു. അവനെക്കുറിച്ച് പറയുന്നത്, ആർക്കും അവനെ ബന്ധിച്ചുകൂടായിരുന്നു. ആമേൻ. മർക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ പോലും ആ ചങ്ങലെ പൊട്ടിച്ചു കളയുന്ന ഒരു പ്രകൃതി അവനുണ്ടായിരുന്നു. എന്നാൽ നാം വായിച്ച വാക്യത്തിൽ കാണുന്നത്, യേശു ആ ഗദരദേശത്ത് ചെല്ലുമ്പോൾ നോക്കിയേ, ആ യേശുവിന്റെ സാന്നിധ്യം ആ ഭൂതഗ്രസ്തനിൽ മാറ്റമുണ്ടാക്കുകയാണ്. ആരാലും ഒന്നിനാലും തകർക്കപ്പെടത്തില്ലെന്ന് കരുതിയ അവന്റെ പൈശാചിക ബന്ധനത്തെ, അവനെ വലിഞ്ഞു മുറുക്കിയ ആ പിശാചിന്റെ ബന്ധനത്തെ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം പൊട്ടിച്ചു കളയുകയാണ്. വേദപുസ്തകം പറയുന്നത് ആയിരക്കണക്കിന് ഭൂതം അവന്റെ മേലുണ്ടായിരുന്നെന്നാ. എന്നാൽ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അവന്റെ ജീവിതത്തിൽ സമൂലമായി മാറ്റം വരുത്തി. എന്തുകൊണ്ട്? ലോകത്തിലുള്ള സകല ദുഷ്ടശക്തികളുടെ മേലും അധികാരമുള്ളവനാണ് നസറേനായ യേശു കർത്താവ്. എല്ലാ നാമത്തിലും മേലായ നാമമുള്ളവനാണ്. ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഏത് ശക്തിയാണെങ്കിലും, അത് എത്ര അധികം പവർ ഉള്ളതാണെങ്കിലും, ഇത് പകൽ യേശുവിന്റെ സാന്നിധ്യത്തിന് നിങ്ങളുടെ ജീവിതത്തിന് സമൂലമായ മാറ്റം നൽകാൻ കഴിയും. അവൻ നിങ്ങളുടെ ജീവിതത്തിന് ആഗമനമായ ലോകം കണ്ട് അത്ഭുതം കൂറുമാറുന്ന, സമൂഹം കണ്ട് അത്ഭുതം കൂറുമാറുന്ന ഒരു വിടുതൽ, ഒരു മാറ്റം, ഒരു സൗഖ്യം നിങ്ങൾക്ക് നൽകുവാൻ ഈ യേശു കർത്താവിന് കഴിയും. കാരണം അവൻ എല്ലാ നാമത്തിനും മേലായ നാമമാ. സകല ശക്തിയുടെയും, സ്വർലോകത്തിലെയും ഭൂലോകത്തിലെയും അധോലോകത്തിലെയും സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും കർത്തൃത്വമുള്ളവനാണ് ഈ യേശു കർത്താവ്. അതുകൊണ്ടാണ് അവൻ ഈ കാലഘട്ടത്തിന്റെ സന്ദേശമായി മാറുന്നത്. അത് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചത്, ഈ പ്രത്യാശ നഷ്ടപ്പെട്ട ലോകത്തിൽ എന്തുകൊണ്ട് നാം യേശുവിനെ പ്രത്യാശയായി കാണുന്നത്? ഈ അന്ധകാരം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് യേശു നമ്മുടെ വെളിച്ചമായി മാറുന്നത്? 5 കാര്യങ്ങളാ വേഗത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒന്ന്, നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന് മനസ്സുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, സമൂഹം പുറത്തു കളഞ്ഞ കുഷ്ഠരോഗിയായ വ്യക്തി യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ആ മറുപടി ആ വ്യക്തിക്ക് മാത്രമുള്ളതല്ല, ഉലകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള മറുപടിയാ. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാക്കുക. അതെ, ഒന്ന്, യേശു കർത്താവിന് മനസ്സുണ്ട് നമ്മെ സൗഖ്യമാക്കുവാൻ. രണ്ടാമത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്,
അവന്റെ വാക്കിന് അധികാരമുണ്ട്. വേദനപ്പെട്ട് അവൻ പക്ഷവാതം പിടിച്ചു ഭവനത്തിലായിരിക്കുന്ന ആ പക്ഷവാതക്കാരന് വേണ്ടി അവന്റെ യജമാനായിരിക്കുന്ന ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നു, നിന്റെ വാക്കിന് അധികാരമുണ്ട്. യേശു പറയുന്നു, ആമേൻ, നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ. ഇന്ന് പകൽ ക്രിസ്തുവിന്റെ വാക്കിന് അധികാരമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം കൊണ്ടു തരുന്നതാണ്. മൂന്നാമത് ഞാൻ ഓർപ്പിച്ചു, ആമേൻ, അവൻ നമ്മുടെ വേദനകളെ ചുമന്നവനാണ്. അവൻ നമ്മുടെ ബലഹീനതകളെ വഹിച്ചവനാണ്. കാൽവറി നമുക്ക് വേണ്ടി, ആമേൻ, മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു കർത്താവ് മരിച്ചപ്പോൾ തിരുവചനം പറയുന്നു, അവൻ നമ്മുടെ രോഗങ്ങളെയും വേദനകളെയും ചുമന്നവനാണ്. ഇന്ന് പകൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സകല വേദനകളെ ചുമന്നൊഴിച്ച ഒരു കർത്താവുള്ളപ്പോൾ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ഇനിയും ആ വേദനയ്ക്കകത്ത് തുടരരുത്. ഇനി നിങ്ങൾ ആ രോഗത്തിനകത്ത് തുടരരുത്. നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശു മതിയായവനാണ്. നാലാമതായി ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്, നമ്മെ കുറിച്ച് വിചാരമുള്ളവനാണ് ഈ കർത്താവ്. നാം തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഈ കർത്താവ്. അഞ്ചാമതായി ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് ഓർപ്പിച്ചത്, സകല ശക്തിയുടെ മേലും അധികാരമുള്ള കർത്താതി കർത്താവാണ്, രാജാതി രാജാവാണ് യേശു കർത്താവ്. ഈ പകൽ നിങ്ങൾ ഈ കേട്ട ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. നിങ്ങളായിരിക്കുന്ന ഇടത്തിൽ ഒരു വാക്കിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുണ്ട്. നീ എന്റെ വേദനകളെ ചുമന്നവനാ. നീ എന്റെ രോഗത്തെ വഹിച്ചവനാ. നീ എന്നെ കുറിച്ച് വിചാരമുള്ള ഒരു കർത്താവാ. നിന്റെ വാക്കിന് അധികാരമുണ്ട്, നിന്റെ നാമത്തിന് അധികാരമുണ്ട്. ഈ പകൽ ഞങ്ങളെ സൗഖ്യമാക്കുവാൻ, ഞങ്ങളുടെ ഭവനത്തെ വിടുവിക്കുവാൻ, ഞാൻ നമ്മെ ഓർപ്പിച്ചതുപോലെ സമൂഹം അത്ഭുതം കൂറുമാറുന്ന ചില വിടുതലുകൾ ഈ പകൽ നിങ്ങളുടെ ജീവിതത്തിൽ കൈമാറുവാൻ ഈ കർത്താവ് കഴിയുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിലേക്ക് ആശ്രയിക്കുവാൻ, ആ കർത്താവിൽ ആമേൻ, ആ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ, ആമേൻ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കുമോ? എന്നോട് ചേർന്ന് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? നിശ്ചയമായും ഈ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ. ഈ പകലത്തെ നാം കേട്ടതായ സന്ദേശങ്ങൾ, നാം ഒരുമിച്ച് പാടിയ പാട്ടുകൾ, ഇവിടെ ഉയർന്ന സകല പ്രാർത്ഥനകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമായി തീരട്ടെ, ഒരു സമൂലമായ മാറ്റം. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ സൗഖ്യമാക്കുവാൻ മനസ്സുള്ള, നിങ്ങളുടെ വേദനകളെ വഹിച്ച, നിങ്ങളുടെ രോഗങ്ങളെ ചുമന്ന, നിങ്ങളെ കുറിച്ച് വിചാരമുള്ള ഒരു കർത്താവ് ഈ പകൽ നിങ്ങളെ തൊടുമാറാകട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവപാദവിടം ചേർന്ന് വരുന്ന കർത്താവേ, ഈ സന്ദേശം കേട്ട് ഇന്ന് പകൽ തങ്ങളെ തന്നെ ദൈവാലയങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. നസ്രയനായ യേശുവിന്റെ നാമത്തില് ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ വിടുതലായി മാറട്ടെ. നീ അവരെ സൗഖ്യമാക്കുവാൻ മനസ്സുള്ളവനാ, അവരെ കുറിച്ച് വിചാരമുള്ള ഒരു കർത്താവ്, അവരെ രോഗങ്ങളെ വഹിച്ചൊരു കർത്താവ്. ഇന്ന് പകൽ അവരനുഭവിക്കുന്ന സകല വേദനകൾക്കും, സകല രോഗങ്ങൾക്കും, സകല പൈശാചിക ബന്ധനങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന കർത്താവും രാജാതി രാജാവുമായ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന പിതാവേ, വേദനയോടെ കണ്ണുനീരോടെ ഇന്ന് പകൽ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, സമൂഹം ഒറ്റപ്പെടുത്തിയവർ കണ്ടേക്കാം, ഒരിക്കലും സൗഖ്യമാകത്തില്ലെന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നേക്കുമായി ആമേൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട ഒത്തിരി പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിനെ തൊടുവാൻ കർത്താവ് മതിയായവനാ. ദേശമറിയുന്ന, സമൂഹം ആശ്ചര്യം കൂടുന്ന ഒരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഇത് കേട്ട എല്ലാവരുടെ മേലും കൈമാറുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ.